ഓം ശ്രീ ഗണേശാ ശാരദാ ഗുരുഭ്യോ നമഃ. വൈശാഖമാഹാത്മ്യം കിളിപ്പാട്ട് ത്രയോദശാധ്യായം. ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ശിവരാമദേവ ദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ. ദിനനായക സുതനാകിയ ധർമ്മരാജൻ മനുജാധിപനോടു തോറ്റുതൻ പുരം പൂക്കു. മനസ്സി പെരുകുന്ന പരിതാപത്തെ പൂണ്ടു വനജാസന രോഗം പ്രാപിച്ചു വിഷണ്ണനായി. സനക സനന്ദാദി പുലഹസി നാരദ മുനിമാർ മറ്റും സുരദിക്പാലക ജനത്തോടും വേദശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ സാദരം സരോവരനാദികൾ സമുദ്രങ്ങൾ വാപി കൂവാദി തടകാദികൾ അഹോരാത്രം ഭൂപതേ മാസപക്ഷ വത്സരവാരങ്ങളും അയന മൃദോ നിമേഷം യുഗമുഖ്യകാലമയി സങ്കൽപ്പ വികൽപ്പാദി യോഗങ്ങൾ തഥാ ഉന്മേഷ നിമേഷങ്ങളോ അക്ഷങ്ങൾ കരണങ്ങൾ നിർമ്മല പൗർണമാസി ചന്ദ്രനും പക്ഷങ്ങളും ഭയസന്താപ സുഖലാഭലാഭം ജയാദി ജയങ്ങൾ സപ്തരജതസ്തമസ്സാം ഗുണങ്ങളും ശാന്ത മൂഢാദി ഘോരദീ അഖില വികാരങ്ങൾ ഹന്തവിത്താദി ശ്രേഷ്മ കഫങ്ങൾ ഇത്യാദികൾ ദിവ്യവിഗ്രഹം പൂണ്ടു നിഖില ജനങ്ങളും സർവകാരണമുണർത്തിയായുള്ള വിരിഞ്ചനെ ഭക്ത്യാചൂഴവും നിന്നു സേവിക്കും മഹാസഭാ മധ്യേ ചെന്നണഞ്ഞു വൈവസ്വതൻ ഭൃത്യരോടും വാടിയ വക്രത്തോടും മൂടിയ ലജ്ജയോടും പേടമാൻ കണ്ണി പോലെ ഭൂതലം നോക്കി മന്ദം വന്നൊരു ധർമ്മരാജൻ തന്നെ കണ്ടവരെല്ലാം അന്യോന്യമേവം പറഞ്ഞിടുന്നാരോരോ വിധം. കാരണമെന്തിക്കാലം ദുഹിണൻ തന്നെ കാൺമാൻ തരണീസുതനേറ്റം വ്രീഡനായി വന്നിടുവാൻ സത്വര വ്യാപാരനായുള്ളവൻ ഇതുകാലം സ്വസ്ഥനായോരോ ഭാവം ഖേദവുമുണ്ടു കാൺമാൻ. ഇത്തരമോരോ ജനം പറഞ്ഞു നിന്നിടുമ്പോൾ സത്വരം യമദേവൻ തന്നെ പാദാന്തികേ മൂലച്ഛേദേന വൃക്ഷം കണക്കെ വിനീടിനാൻ. നീലക്കാർ നിറമൊത്ത കാലനം ആപുമാൻ രക്ഷരക്ഷേരീജകൾ ചക്ഷുനന്ദനൻ പറഞ്ഞ് അക്ഷി നീർ തൂകി തൂകി തക്ഷണം കേണു ചൊന്നാൻ. നരജാതികളുടെ പുണ്യപാപങ്ങളെല്ലാം പരിച്ചോടെഴുതിയ പടവും ഇതേ വെച്ചേൻ. പല ദുഃഖവുമേറ്റം പറഞ്ഞു ഖേദം പൊറാഞ്ഞ് ആലസ്യ ചേതസ്സോടും തളർന്നു കിടക്കുന്ന വിഗ്രഹം പൂണ്ട വിരിഞ്ചാകൃതോ നിൽക്കും വായു വ്യഗ്രനം കൃതാന്തനെ ചെന്നെഴുന്നേൽപ്പിച്ചാൻ. വിമലാസനം തന്നിലിരുത്തി സദാഗതി ശമനാദവ ദുഃഖകാരണം ചൊൽക സഖേം. യവനാൽ ഭവാൻ അഭിഭൂതനായി വന്നവാറും യവനാസ്ഥാനമപഹരിച്ചു ഭവാനുടെ ഉണ്ടായ വാർത്തയെല്ലാം സ്വാമി തന്നോടുണർത്തിക്ക കണ്ഠനാകുല വൃഥാ ബാലകനെന്ന പോലെ. മരുതവാക്യം കേട്ടു രവിനന്ദനൻ ചൊന്നാൻ. ധീരത വരുന്നീല എങ്കിലും ധരിപ്പിക്കാം. നശിച്ചു മമ പുണ്യം മരിച്ചാൽ ഇത്ര ദുഃഖം നിനച്ചിടുകയില്ല ധരിച്ചു കൊള്ളുക വിഭോ. സ്വാമി ധനമനുഭവിച്ചു ജീവിക്കയും സ്വാമി കൽപ്പിച്ച പോലെ ചെയ്യാതെ വസിക്കയും ചെയ്തിടുന്നവൻ മരപ്പുഴുവായി ജനിച്ചിടുമേതും സംശയമില്ല. പിന്നെയും ഭേദം കേൾക്കാ. ബുദ്ധിസാമർത്ഥ്യം കൊണ്ടു ഭൂപതിയുടെ വിത്തം സ്വസ്ഥനായി അപഹരിച്ചിടുന്നു ജീവിപ്പവൻ പ്ലയ ശതത്രയം നരകെ വാഴും അവൻ. ജലശാസനാതവ ശാസനമേവമല്ലോ പ്രഭുവാം അവനിടോ വിത്തത്തിനപേക്ഷയും സഫല നിയോഗവേലകൾ കണ്ടുപേക്ഷയും പെരുവും അവൻ പിന്നെ യുധനായിടുന്നവൻ. നരകം പ്രാപിച്ചേഴു ജന്മം വായസമവൻ. തന്നുടെ കാര്യത്തിനായി സ്വാമികാരങ്ങളെല്ലാം നിന്ദിച്ചോ വിഘ്നം വരുത്തിയിടിന പുമാൻ പിന്നെ കല്ലതിൽ എലിയായി പിറക്കും അവൻ. ഏതുമില്ല സംശയം ക്ഷയം 300 കഴിവോളം. കർത്താവു കൽപ്പിച്ചുള്ള വിത്തത്തെ ഗ്രഹിച്ചുവൻ നിത്യവും തൻ്റെ കാര്യം ചിന്തിച്ചു ഗ്രഹേവാണു
കർത്തുശാസനത്തിനു വല്ല വിഘ്നങ്ങൾ ചൊല്ലി വർത്തിക്കും ജനം പിന്നെ ജനിക്കും ആർജാരനായി ദുഷ്കൃത ഫലമേവമെന്നോർത്തു ഭവാനുടെ ദുഷ്കരമായിട്ടുള്ള ശാസനമനുഷ്ഠിച്ച് ദുർമേണ ധർമ്മേണ പുണ്യപാപസംഘങ്ങൾക്കൊത്തവണ്ണം ഉണ്മയോടനുഭവിപ്പിച്ചതു പ്രജകളെ മനസാധരിച്ചുകൂടാതുള്ള സൂക്ഷ്മധർമ്മം മുനിമാരോടു ചോദിച്ചറിഞ്ഞുകൊണ്ടു ന്യായം കൽപ്പകാലാദി ഇത്രനാളേവം ചെയ്തേൻ ഉൽപ്പലോത്ഭവ പോറ്റി ഇന്നു ഞാൻ സമർപ്പിച്ചേൻ ഭൂതലേയൊരു നരൻ കീർത്തിമാനെന്നു നൃപൻ ജാതനായി വിഷ്ണുഭക്തൻ അന്യമെല്ലാമേ നിന്ദ്യൻ സപ്തദ്യൂപകളെല്ലാം വൈശാഖധർമ്മങ്ങളെ നിജശാസനാൽ അനുഷ്ഠിപ്പിച്ചു താനുമേവം ഭജനം ചെയ്തിടുന്നു ഭാസ്കര കുലജാതൻ സർവകർമ്മവും പിതൃപൂജയും അഗ്നിപൂജ സർവതീർത്ഥ സ്നാനാദി സൽക്രിയ യോഗം സംഖ്യം സാധ്യായ ഹോമഗണ സംപ്രാണ നിരോധനം സാധ്യമല്ലെന്നു കണ്ടു സമസ്തമുപേക്ഷിച്ചു ബഹുപാപങ്ങൾ ചെയ്തു വൈകുണ്ഠം പ്രാപിക്കുന്ന മഹിമായേറും വൈശാഖക്രിയ ചെയ്താലേകൻ പിതൃക്കളോടും പിതാമഹന്മാരോടും കൂടെ മധുദ്വേഷിതൻ ലോകം പ്രാപിക്കുമത്ര പോരാ ജനക പരമ്പരാമൃതന്മാരെല്ലാവരും ജനനി പരമ്പരാമൃതരും അതുപോലെ മാനിനി മാതൃഗോത്ര അമൃതരോമേവം തന്നെ നൂനം തൻ പിതൃ പരമ്പരയും യഥാതഥാ സഹജ പുത്രി പുത്ര നിവഹവരന്മാരും സഹ വൈഷ്ണവരോഗം പ്രാപിക്കുമെന്നു കേട്ടു ഒരുവൻ വൈശാഖധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ തരുണീ ഗർഭമേവ അർഭകൻ ശുദ്ധിമാൻ പോൽ ഒരുവൻ പൈതൃകർമ്മത്തിനുടെ ഫലം കൊണ്ടു 21 കുലം ഉദ്ധരിച്ചിടുന്നു പോൽ എന്നുടെ മാർഗത്തിങ്കൽ ഇവണ്ണം വരാ ഹരിമന്ദിരം പ്രാപിപ്പതിനറിയ മഹാത്മാവേ ദാനാദി തപോവ്രത യജ്ഞാദി തീർത്ഥങ്ങളാൽ മാനവനേതും ഗതി വരികയില്ല നൂനം സതത പ്രയാഗവാസാദ് രണമധ്യേ മൃതി പതനമധ്യേർഭൂയോ മരണം കാശിദേശേ ഈ വണ്ണമുള്ള ഗതിക്കധികമാകുന്നു പോൽ വൈശാഖ പുണ്യമെന്നു കേൾക്കുന്നു നാഥ വ്രതസ്നാനം ചെയ്തു മാധവമർച്ചിച്ചുടൻ മാധവ മഹാത്മ്യവും കേട്ടുകൊണ്ടിരുന്നാകിൽ മാധവൻ പ്രസാദിച്ചു തന്നുടെ ലോകം നൽകും ആദികളെല്ലാം മറ്റു സുഖിച്ചിടുന്നു ജനം ഇങ്ങനെ ബഹുകോടി ജനങ്ങൾ ചെന്നവാറെ തിങ്ങുകയില്ല ഹരിമന്ദിരം അതുമൂലം മംഗലലോകമോർത്താൽ അയം പ്രാണനായി അംഗദേവേശ ചെവിക്കൊള്ളേണമിനിയും നീ അധർമ്മസ്ഥിതനെയും അശുദ്ധീകരനെയും സ്വധർമ്മസ്ഥിതനെയും വിശുദ്ധീകരനെയും പങ്കജ കുലവര ജാതനാം നൃപാധിപൻ പങ്കജേക്ഷണ പാദപങ്കജേ സർവധർമ്മം പങ്കജോദ്ഭവ സമർപ്പിച്ചു വൈശാഖധർമാൽ പങ്കജനാഭാരിയം പ്രാപിപ്പിക്കുന്നു ജവാൽ നിനച്ചാലധീ ശത്രു ധരിക്ക നമുക്കിവൻ ധരിച്ചിടാഞ്ഞാലിന്നും വരും അനർത്ഥം നരപാലകൻ വിഷ്ണു സ്മരണ ശക്തി കൊണ്ടു പരമാത്മാവിൽ ലോകം കരസ്ഥമാക്കിയിടുവാൻ അംബുജോദ്ഭജനാകും നിന്നുടെ തിരുമുമ്പിൽ നമ്മുടെ ദണ്ഡം നല്ല പടവും വെച്ചേനല്ലോ ലോകപാലത്വം പടമെന്നിവ മാർജിതമായ ലോകനായക പോറ്റി എന്തിനീ വരാനഹോ തമ്മിശ്രാധിപമുഖിയാകിയ നാരിമാർക്കോ സമർത്ഥനായിട്ടൊരു നന്ദനൻ ഉണ്ടാകിലോ സമസ്ത ദുഃഖം തീർന്നു സുഖിയാം അവൾ തന്നെ കണക്കെ മന്ദനെങ്കിൽ ദുഃഖവും വന്നുകൂടും ധർമാർത്ഥ കാമങ്ങളെ വഴിയെ സിദ്ധിപ്പിപ്പാൻ വന്മതി പരാക്രമത്തോടു മങ്ങൊരു പുത്രൻ ഉണ്ടായാതൽ അതിൽ സുഖം ജനനിക്കകതാരിൽ ഉണ്ടാകും വളവേറ്റം പുണ്യശാലിനിയല്ലോ വീരസുവായ നൃഗഭാമിനി മഹാഭാഗ്യ നാരിമാരായാലേവമെങ്കിലേ സുഖമുള്ളൂ സൽക്രിയാദികൾ കൊണ്ടു കീർത്തിമാനായ നൃപൻ സൽകീർത്തി സമസ്തവും ആർജനം ചെയ്താനല്ലോ കൽപ്പാതി മഹാഭൂപവീരനെ എല്ലാം കണ്ടേൻ മൽപ്പടേലേഹാൽ അരിമർജനം ചെയ്തിടുമവൻ കേൾപ്പോ പോരാതെ തന്നെ കഴിഞ്ഞോരവരെല്ലാം
ഇപ്പോൾ ഈ കീർത്തിമാനാൽ സാധിച്ചു കൊണ്ടാണല്ലോ. പൂർവകൽപ്പേഷു മുനിമാരാരും കേൾപ്പോരില്ല വാരിചോദ്ഭവ പടമാർജന കർമ്മം പുരാ. ഇക്കാലമതും കാണായി വന്നുമേ ജഗൽപ്രഭോ, ദുഷ്കരമായിട്ടേതുമില്ലെന്നും പ്രസിദ്ധമായി. കോപ ലജ്ജ അസൂയാദി താപ വൈരാഭിമാന ലോഭങ്ങൾ സഹയാഞ്ഞൊരന്തകൻ ചൊന്ന നേരം കമലോത്ഭവൻ പുനരവനോടരുൾ ചെയ്തു. ശമന മതി മതി കിമർത്ഥം ഖേദേനതേ, ഒരുത്തരുടെ ഗുണഗണങ്ങൾ കണ്ടാൽ ഉള്ളിൽ വരുത്തമുണ്ടായി വരും. അവനും വിശേഷിച്ചു മരണത്തെ കൽപ്പരം സങ്കടം അവനുണ്ടാം. പെരുകും അസൂയയാം അധികം ദോഷം ഫലം. ഭൂപശാസനം കൊണ്ടു വൈകുണ്ഠം പ്രാപിക്കുമോ, താപമുണ്ടായിടേണ്ട സജ്ജന ഗുണം കണ്ടാൽ. അച്യുതമൂർത്തി തന്നെ ഭക്തൈവ പൂജിക്കലോ, നിശ്ചയം അവനില്ല പുനർജന്മങ്ങൾ ഓർക്കാം. ബഹുയജ്ഞത്താൽ തന്നെ നിവൃത്തി വരാസഹേ, മഹിമ പറയാമോ മാധവാർച്ചനത്തിൻ്റെ. ഹരിയെന്നുള്ള തിരുവക്ഷരം രണ്ടും നാവിൽ മരുവെന്നാൽ അവനില്ല സങ്കടമേതും. ഭാരതീദേവിയാലും കുരുക്ഷേത്രത്തെ കൊണ്ടും കാര്യമില്ലവനെന്നും ധരിക്കാം മഹാത്മാവേ. ശോഭജിയാകും രജസ്വലയാം നാരിയാളെ അഭിലാഷേണ ഭോഗിച്ചിരുന്നാനൊരു വിപ്രൻ. സുരപാനവും ചെയ്തു വസിച്ചാൻ ചിരകാലം, അരിനാവും ചൊല്ലി മരിച്ചാനൊരു ദിനം. പെരുവീടിന പാപം അഖിലം വേർപെട്ടവൻ ഹരിമന്ദിരം തന്നിൽ സുഖിച്ചു വാണാൻ പിന്നെ. മാധവ മാസം തന്നിലാകിലോ മഹാബലം, മാധവനേറ്റം പ്രിയം തദ്വ്രതം സത്യമത്രേ. തന്മാഹാത്മ്യത്തെ ഭക്ത്യ കേൾപ്പവനുണ്ടാം ഗതി, തദ്വ്രതവര പുണ്യമിങ്ങനെ ചൊല്ലുന്നു ഞാൻ. ഇക്കണ്ട വിശ്വങ്ങളും നമ്മയും ജനിപ്പിച്ച നിഷ്കളമൂർത്തി പരൻ ആദികാരണനാകും ഭഗവാൻ. ഏറ്റമിഷ്ടമായ വൈശാഖ കർമ്മം സുഖമേ ചെയ്താലീശൻ അനിശം സഹായവാൻ. ജന്മവും വരാ മൃത്യുവും വ്യാധികൾ ഭയാധിയം കന്മഷം വിഷ്ണുഭക്തന്മാർ പുളവാകയില്ല. ഭർത്തൃശാസനം ചെയ്യുവാൻ ശക്തിയില്ലെന്നോ വന്നാൽ ദുഷ്കൃതം ഭൃത്യന്മാർക്കോ വരുമാറില്ല നൂനം. തന്നാലാവതു ചെയ്തു സാധ്യമല്ലാതെ കർമ്മം തന്നെ കർത്താവോടു വാർത്തകൾ അറിയിച്ചാൽ തൽക്കർമ്മം നിയോഗിക്കയുണ്ടാകില്ലെന്നു നൂനം. കിൽബിഷമോർത്തു ദുഃഖിച്ചിടരുതിനി ഭവാൻ. നാൻമുഖനേവം ചൊന്ന നേരത്തു ധർമ്മരാജൻ കാമിതം സാധിയാതെ പിന്നെയും ചൊല്ലിയിടിനാൻ. ഗദ്ഗദവർണ്ണത്തോടും ബാഷ്പവും തൂകി തൂകി ഉൾക്കരുന്നടങ്ങാതെ രോദനം ചെയ്തു. കീർത്തിമാനുള്ള നാളിൽ ഈദൃശം വേദയതും തീർത്തു ചൊല്ലിയിടാമടിയൻ മതിയാക്കി നൂനം. സ്വധർമ്മനിഷ്ഠയോടും ഭൂപതി വസിക്കട്ടെ അധുനാഗമിക്കുന്നേനടിയൻ ദയാനിധേ. തനയൻ ഗയാതീരേ പണ്ഡിതൻ എന്ന പോലെ കനമെല്ലാമേ തീർന്നു ഗമിച്ചിടുന്നേനഹം. തന്മതമേവം ചൊല്ലി മുഖവും താഴ്ത്തിമേവും ധർമ്മരാജനെ നോക്കി പിന്നെയോ മരുൾ ചെയ്തു. മാധവൻ ധർമ്മപരായണനായി മരുവുന്ന മാധവപ്രിയൻ തന്നെ കൊല്ലാമോ കഷ്ടം കഷ്ടം. ബോധവും നിനക്കുള്ളിൽ തെളിഞ്ഞിരുന്നാകിലോ ആദ്യ നീങ്ങുവാൻ വിഷ്ണുദേവനോടുണർത്തിക്കാം. എന്നോടു ഭവൻ പ്രതിപാദനം ചെയ്ത പോലെ ഇന്ദിരാനാഥനോടു തുടങ്ങിയിടൊരാ സഖേ. അരുളി ചെയ്ത വണ്ണ് അനുഷ്ഠിക്കുന്നേ വരൂ, വിരുദ്ധ ഭാവം കണ്ടാൽ അനർത്ഥം വരുത്തിയിടും. നരപാലകരുടെ ശാസനം ലംഘിക്കാമോ നരജാതികളെല്ലാം സമർത്ഥരെന്നാകിലും. നമ്മുടെ നാരായണ സ്വാമി കൽപ്പിച്ച പോലെ നന്മകൾ വരുവാനായി പ്രയത്നം ചെയ്തു വയം. വിരിഞ്ചനേവ മുര ചെയ്തു താപസരോടും തിരിച്ചു കാലനോടും നടന്നു മോദപൂർവം. ക്ഷീരസാഗരം ബുക്കോ സർവദേവകളോടും വാരിജേക്ഷണൻ തന്നെ സ്തുതിച്ചു നിൽക്കും വിധോ. പ്രത്യക്ഷീകരിച്ചരുൾ ചെയ്തു പത്മാക്ഷനേവം. അർത്ഥമെന്തത്ര നിങ്ങൾ ആഗമിപ്പതിനിപ്പോൾ. ദുഃഖമിക്കാലം ധനുജന്മാരാലുണ്ടാവയോ, ശുഷ്ക ഭക്തനായി വന്നതെന്തിപ്പോൾ ധർമ്മരാജൻ. അരുൾ ചെയ്തതോ കേട്ടോ വിരിഞ്ചൻ കൂപ്പി തൊഴുതോ അരുണായുധ പ്രഭാ മൂർത്തിയോടുണർത്തിച്ചാൻ. സേവകനാകും തവ കീർത്തിമാനായ നൃപൻ ദേവശാസനം കൊണ്ടു നരന്മാരെല്ലാരെയും വൈശാഖധർമ്മം അനുഷ്ഠിപ്പിച്ചു നിരന്തരം. കേശവ പോറ്റി തവ സന്നിധോ ചേർത്തിയിടുന്നു. ഇക്കാലം ധർമാലയം അതിനാൽ നിശൂന്യമായി ദുഃഖം മാനുഷാന്തകനായതോ തന്നെ പോറ്റിയും. യുദ്ധം ഭൂപതിയോടോ നിതരാം ചെയ്തു ജയം സിദ്ധിക്കയില്ലെന്നോർത്തു കാലദണ്ഡത്തെ വിട്ടാൻ. സത്തരം ഭൂവൽ ചക്രം രക്ഷിച്ചു കൊണ്ടാനല്ലോ കീർത്തിമാനല്ലോ ജയം പിന്നെയും വന്നുകൂടി.
പ്രകാരങ്ങളെന്നോ എന്നോട് അർക്കജൻ അറിയിച്ചാൻ, അപ്രകാരങ്ങളെ ഞാൻ അഖിലമുണർത്തിച്ചേൻ. ത്വൽഭക്തന്മാരാ മഹാത്മാക്കളെ വധിപ്പാനായി കൽപ്പനയില്ല, മമ ശക്തിയും അതിനില്ല. വാഞ്ചിതമേവമറിയിപ്പതീനത്ര വന്നെൻ ചരണാരവിന്ദം സന്തതം നമോസ്തുതേ. ആത്മഭൂതന്റെ ഗിരമിങ്ങനെ കേട്ട നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. പ്രാണദേഹങ്ങൾ മമ കൗസ്തുഭം ശ്രീവത്സവം പ്രാണനായികയായ ദേവിയും വനമാല ക്ഷീരസാഗരം ശേഷൻ വിമലശ്വേതം ദീപം ചാരുവൈകുണ്ഠം പുത്രി പുങ്കവം വൈനതേയം എന്നിവയുപേക്ഷിപ്പനില്ല സംശയമേതും. എന്നുടെ ഭക്തന്മാരെ ഞാൻ ഉപേക്ഷിക്കയില്ല. ദുഃഖിതനായ നരകാന്തക ഭവാനുടെ ദുഃഖങ്ങൾ അകലുവാൻ തക്കവാറിതു കേൾക്ക. 10,000 വയസ്സുണ്ടോ കീർത്തിമാനടോ, അധുനാ മുതൽ 2000 ഇനിയുള്ളൂ. തത്ര മത്സായുജ്യം ഞാൻ നൽകുമെന്നറിഞ്ഞാലും അത്ര ഞാൻ ചൊൽവോളം ഉണ്ടാക ഉപായങ്ങൾ. വേനനെന്നൊരു നൃപാലകനുണ്ടാം പിന്നെ ദാനധർമാദി സർവം നശിപ്പിച്ചിടും അവൻ. വേദാർത്ഥധർമ്മങ്ങളെ ശോഭിപ്പിപ്പതിന്നു ഞാൻ ഭൂതലം തന്നിൽ പിറന്നിടുമെന്നറിഞ്ഞാലും അന്ന് വൈശാഖധർമ്മം പിന്നെയും ശോഭിപ്പിക്കും. മഞ്ഞിടം തന്നിലെന്നു ധരിക്ക ദണ്ഡപാണേ. സുഹൃത പാപങ്ങളാൽ ദഹിക്കും വേനൻ പിന്നെ സകല ധർമ്മങ്ങളും ധരിപ്പേനഹം തഥാ. ഋതുവെന്നൂരു നരപാലനായി പിറന്നിടും പൃഥ്വീതലത്തിങ്കൽ അറിക പത്മാസന. സർവപ്രാണാർത്ഥ ദാഹ ദാരിദ്ര്യങ്ങളുമെങ്കിൽ സർവദാ ചേരിയിടുന്ന മാനുഷൻ മൽഭക്യാഢ്യൻ. സഹസ്രജനങ്ങളിൽ ഒരുവനോ ഉണ്ടാമേവം സഹസ്രപത്രോത്ഭവ വിഖ്യാതനാവും അവൻ. ധന്യധർമ്മങ്ങൾ ദുഷിച്ചിടില്ല മദ്ഭക്തന്മാർ അന്യന്മാർക്കിതിലാശ്രയുണ്ടാകയില്ല മേലിൽ. പിന്നെയും ഭൃത്യന്മാരിൽ ഏകനോടരുൾ ചെയ്തു ചെന്നു നീ കീർത്തിമാനോട് ഇവണ്ണം പറയണം. നിത്യവും കൃതാന്തിനെ ചിന്തിച്ചോ മാനുഷന്മാർ ഭക്തൈവ കിഞ്ചിൽ സ്നാനമർഘ്യവും വേറെ വേണം. പൂർണ്ണകുംഭ അമ്പുതി സംയുത അന്നവും കൂടി പൗർണമാസ്യാമോദേന ധർമ്മരാജനെന്നോർത്തു. ദാനം വിപ്രന്നു ചെയ്യുക വേണമെന്നുര ചെയ്യുക. നൂനമീ വണ്ണം ചെയ്തിടാകിലോ വിശേഷിച്ചും വൈശാഖധർമ്മമനുഷ്ഠിച്ചവരുടെ പുണ്യം. ധർമ്മവുമെല്ലാം അപഹരിക്കും വൈവസ്വതൻ. കീർത്തിമാനോടു പറഞ്ഞീ വണ്ണം ബോധിപ്പിക്കേ. നാസ്തയാ സനന്ദനെ സാദരം നിയോഗിച്ചു. തരസാ സനന്ദനൻ ചെന്നവനീശനെ കണ്ടങ്ങരുളി ചെയ്തെല്ലാം അവനോടറിയിച്ചാൻ. ദധ്യന്നം പൗർണമാസ്യാമുദക കുംഭത്തോടും ശ്രാദ്ധദേവനായ വിപ്രനഗ്രോ ദാനം ചെയ്യുക. പിന്നെയും പിതൃക്കളെ ചിന്തിച്ചു തന്നെ ചെയ്യുക. അന്വഹം മധുദ്വിഷം ധ്യാനിച്ചു ദാനാദികൾ. പ്രതിമ പൂജിച്ചു നിർമ്മിച്ചു എന്നാകിലതോ മതിമാനായ വിപ്രൻ തനിക്കു ദാനം ചെയ്യുക. മാധവധർമ്മം ഉപദേശിച്ചു ഗുരുവിനെ ചേതസി ഭക്ത്യ പുനരാവോളം പൂജിക്കണം. ആദിനായകനുടെ ശാസനമേവമെന്നു മേദിനീപതിയോടു സനന്ദനുര ചെയ്തു. സനന്ദൻ പോയ ശേഷം സൗരിയോടുര ചെയ്തു. ജനസന്താപഹാരിയാകിയ ദേവദേവൻ വ്യസനം കളക നീ ഭാസ്കരെ വൈകാതെ ഞാൻ പൃഥുവായി ധർമ്മമെല്ലാം നടത്തിയിടുന്ന കാലം. വൈശാഖധർമ്മമൊഴിഞ്ഞെല്ലാമേ നടത്തുവൻ സംശയമേതുമില്ല. തദ്വ്രതം മുടങ്ങിയിടും ബഹുജന്മാർജിതമായുള്ളോരോ പുണ്യം സർവം ബഹുപക്വതയോടും വന്നുദിച്ചിടുന്നോരോ മാനുഷോത്തമനറിഞ്ഞതിനെ ഉപാസിച്ചു മാനസതാപം കളഞ്ഞാശു പോയാലും യൂയം. ഈ വണ്ണമരുൾ ചെയ്തു മറഞ്ഞു നാരായണൻ ദേവേശൻ താനും തൊഴുത് ആത്മഗേഹത്തിൽ പൂക്കാൻ. ഖേദങ്ങളൊട്ടു തീർന്നു നടന്നു ധർമ്മരാജൻ മേതുരമാകും നിജമന്ദിരമകം പൂക്കാൻ. അധ്യായം 13 ചൊല്ലിനേൻ നൃപോത്തമ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുക കഥാശേഷം. ഇത് വൈശാഖമാഹാത്മ്യം 13 ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ. ഗോവിന്ദ ശിവരാമദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുധാ ജയ. ഓം ശ്രീ മഹാവിഷ്ണുവേ നമോ നമഃ.